കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സമീർ സി മുഹമ്മദ് കൂടിയുണ്ട്. സമീർ, ഇപ്പോൾ ഒരാൾ അവിടെ ചികിത്സയിലുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? ഒപ്പം മാഞ്ചിയുടെ മൃതദേഹം അത് വിട്ടു നൽകുന്നത് എങ്ങനെയാണ്, എപ്പോഴാണ്? കൂടുതൽ വിവരങ്ങൾ അറിയാമോ? അനുജ, അല്പസമയം മുമ്പാണ് ഉദയൻ മാഞ്ചി എന്ന അതിഥി തൊഴിലാളിയുടെ മരണം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലാണ് ഈ വ്യക്തിയുടെ മൃതദേഹം ഉള്ളത്. വൈകാതെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇവിടുന്ന് മോർച്ചറിയിലേക്ക് മാറ്റും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു. അവരെ ഇവിടേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഉദയൻ മാഞ്ചി മരിച്ചു എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഒഡീഷ സ്വദേശിയായിട്ടുള്ള യുവാവാണ് മരിച്ചിരിക്കുന്നത്. 3 പേരാണ് ഈ ജോലിയിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 പേരാണ് അപകടത്തിൽപ്പെട്ടത്. പന്തീരങ്കാവ് സ്വദേശിയായിട്ടുള്ള ഒരു യുവാവും അതുപോലെ തന്നെ ഒഡീഷ സ്വദേശിയായിട്ടുള്ള ഉദയൻ മാഞ്ചിയുമാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേരിൽ പന്തീരങ്കാവ് സ്വദേശിക്ക് സാരമായ പരിക്കേടില്ല എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അതേസമയം തന്നെ ഈ കൈയിൻ്റെ ഭാഗം മാത്രമായിരുന്നു ഉദയൻ മാഞ്ചിയുടെ ഇത് പുറത്തുണ്ടായിരുന്നത്. മറ്റു ഭാഗങ്ങളെല്ലാം തന്നെ ഈ മതിലിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുകയുമായിരുന്നു. പിന്നീടാണ് നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനം നടത്തുകയും വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹത്തെ പുറത്തെടുക്കാൻ കഴിയുകയും ചെയ്തു. പക്ഷേ അതിനോടകം തന്നെ തലയിലും അതുപോലെ തന്നെ ആന്തരാവയവങ്ങൾക്കുൾപ്പെടെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തലയിലേക്കാണ് ഈ മതിൽക്കെട്ട് ഇടിഞ്ഞു വീണത്. അതിൻ്റെ ഭാഗമായിട്ട് തലയ്ക്ക് വലിയ രീതിയിലുള്ള ക്ഷതം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വളരെ വേഗത്തിൽ കൊണ്ടുവന്നു. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഉദയൻ മാഞ്ചിയുടെ മരണം സംഭവിച്ചിരുന്നു. അത്തരം കാര്യങ്ങളാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. പന്തീരങ്കാവ് സ്വദേശിക്ക് സാരമായ പരിക്കുകളില്ല. അദ്ദേഹത്തെ വൈകാതെ തന്നെ ഇവിടുന്ന് റിലീസ് ചെയ്യാൻ കഴിയും എന്ന കാര്യം കൂടി ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.